Welcome to Simis Nadan Kitchen and you're watching Simis Nadan Kitchen with Simi. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പുളി ഇഞ്ചിയാണ് അല്ലെങ്കിൽ മുളക പച്ചടി. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇത് സദ്യക്കൊക്കെ വിളമ്പുന്ന ഒരു കറിയാണ്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കി നോക്കാം. പുളി ഇഞ്ചി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയ നാരങ്ങ വലുപ്പത്തിൽ പുളി എടുക്കുക. അതിപ്പോൾ ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിക്കുക. ഇതിങ്ങനെ വെക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുളി അലിഞ്ഞ് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതൊന്ന് പുളിയൊന്ന് പിച്ചിയിടാം. അപ്പോൾ പെട്ടെന്ന് അലിഞ്ഞ് വരും. അപ്പോൾ ഇതിങ്ങനെ കുറച്ച് സമയം വെച്ചേക്കാം. കുറച്ച് സമയം വെക്കുമ്പോഴത്തേക്ക് പുളിയൊക്കെ നന്നായിട്ട് അലിഞ്ഞ് വരും. ഇനി വേണ്ടത് ഒരു വലിയ കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്. അപ്പോൾ ഈ എരിവുള്ള പച്ചമുളകാണ്, അതുകൊണ്ടാണ് ഞാൻ 2 പച്ചമുളക് എടുത്തേക്കണത്. ഇതെല്ലാം കൂടെ ഒന്ന് അരിഞ്ഞെടുക്കുക. അപ്പോൾ ഇഞ്ചി അരിയുമ്പോൾ നല്ല പൊടിയായിട്ട് കൊത്തി അരിയണം. പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞെടുക്കുക. ഇഞ്ചിയും പച്ചമുളകും പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ശർക്കര ഉരുക്കിയെടുക്കണം. ഉരുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ശർക്കര ഇടുക. അപ്പോൾ ഞാനൊരു ചെറിയ കഷ്ണം ശർക്കരയുടെ പീസാണ് ഇടുന്നത് ഇതിൻ്റെ അകത്തേക്ക്. ഇനി ഇതൊന്ന് ഉരുകി വരണം. ഉരുകി വരുമ്പോഴത്തേക്ക് ഇതൊന്ന് അരിച്ചെടുക്കണം. ഇപ്പോൾ ശർക്കര നന്നായിട്ട് ഉരുക്കിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരിച്ചെടുക്കുക. അപ്പോൾ അങ്ങനെ അരിച്ചെടുക്കുമ്പോൾ ഇതിനകത്ത് മണ്ണൊക്കെ ഉണ്ടെങ്കിൽ അത് പോയിക്കോളും. ഇനി ഒരു പാത്രം ചൂടാക്കാൻ വെക്കുക. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം. ഇതുണ്ടാക്കാൻ വെളിച്ചെണ്ണ തന്നെ വേണം. ഇപ്പോൾ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകും കൂടെ ഇടുക. ഇനി ഈ ഇഞ്ചിയും പച്ചമുളകും നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരണം. അപ്പോൾ ഇത് നല്ല ഡാർക്ക് ബ്രൗൺ കളറാവുന്ന വരെ ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഇഞ്ചിയും പച്ചമുളകും മൂത്തിട്ടുണ്ട്. അതിൽ നിന്ന് കോരിയെടുക്കാൻ. ഇനി ഈ പാത്രത്തിലേക്ക് പുളിവെള്ളം ഒഴിക്കാം. ഇപ്പോൾ പുളിവെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഈ പുളിവെള്ളം നന്നായിട്ട് വെന്ത് വരണം. അത് വെന്തില്ല എന്നുണ്ടെങ്കിൽ ഒരു പുളിയുടെ ഒരു കുത്തലുണ്ടാവും. ഇപ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റോളം ആയിട്ടുണ്ട്. ഞാനിനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കണേന്. ഇപ്പോൾ ഈ പുളിവെള്ളം നന്നായിട്ട് വെന്ത് വരണം. അപ്പോൾ നല്ല വെന്ത് കഴിയുമ്പോൾ നല്ല കുറുകി വരുന്നത്. അപ്പോൾ ആ ഒരു പുളിയുടെ ഒരു കുത്തലുമൊക്കെ പോവും. ഈ പുളിയിഞ്ചിക്ക് മുളകായി പച്ചടി എന്നും പറയും. എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലൊക്കെ ഇതിന് മുളകായി പച്ചടി എന്നാണ് പറയുന്നത്. എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട് മലപ്പുറത്താണ്. ഇത് ശരിക്കും ഉണ്ടാക്കേണ്ടത് ചട്ടിയിലൊക്കെയാണ് ഉണ്ടാക്കേണ്ടത്. ഇപ്പോൾ ചട്ടിയിൽ ഈ പുളിവെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ ചെറിയ തീയിൽ വേണം ഇതിങ്ങനെ വറ്റിച്ചെടുക്കാനായിട്ട്. ഇത് കുറച്ച് ടൈം എടുത്ത് തന്നെയാണ് ഇത് ചെയ്യേണ്ടത്. ഇനി ഈ സമയത്ത് തന്നെ വേറൊരു പാത്രം ചൂടാക്കാൻ വെക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ ഉഴുന്ന്. ഇപ്പോൾ ഉഴുന്നൊന്ന് മൂത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ എള്ള്, കറുത്ത എള്ളാണ്. അതും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. സ്റ്റവ് അങ്ങ് ഓഫ് ചെയ്തേക്കാം. എന്ന് വെച്ചാൽ എള്ളും മൂക്കാൻ അധികം സമയമൊന്നും വേണ്ട, പെട്ടെന്ന് മൂത്ത് വരും. എള്ളും മൂത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കണം. അപ്പോൾ പുളി നന്നായിട്ട് കുറുകി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകും ചേർക്കാം. ഇഞ്ചിയും പച്ചമുളകും കൂടി ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിങ്ങനെ കുറച്ച് സമയം ഇതിൻ്റെ അകത്ത് തീയിലിങ്ങനെ ചെറിയ തീയിൽ ഇതിങ്ങനെ കിടക്കണം. അപ്പോൾ ഇഞ്ചിയിൽ നിന്നൊക്കെ നല്ല ഫ്ലേവർ അങ്ങോട്ടേക്ക് ഇറങ്ങി വരും. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി. ഇത് നല്ല മുളക് പൊടിയാണ് ചേർത്തേക്കണത്. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ പുളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് നല്ല തിക്കായിട്ടുള്ളൊരു ഗ്രേവി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ശർക്കര ചേർക്കാം. ഇപ്പോൾ ശർക്കരയെ കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് കുറുകി വരണം. ഇനി അപ്പോൾ ശർക്കരയൊക്കെ ചേർക്കുന്നത് ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് വേണം ചേർക്കാനായിട്ട്. ചിലർക്ക് അധികം മധുരം ഇഷ്ടമുണ്ടാകത്തില്ല, ചിലർക്ക് നല്ല മധുരമുള്ളതായിരിക്കും ഇഷ്ടം. അപ്പോൾ അതനുസരിച്ചിട്ട് മധുരം ചേർക്കാം. ഞാനിതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര കൂടെ ചേർക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ ഇതിന് കറിക്ക് നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ശർക്കരയൊക്കെ ഒഴിക്കുമ്പോൾ പുളി നന്നായിട്ട് വെന്തതിന് ശേഷം മാത്രമേ ശർക്കര ഒഴിക്കാൻ പാടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ പുളി വേഗത്തില്ല. ഇതിപ്പോൾ നന്നായിട്ട് കുറുകിയിട്ടുണ്ട്.
ഇത് ശരിക്കും ഇത് ഉണ്ടാക്കേണ്ടത് ഞാൻ പറഞ്ഞില്ലേ ചട്ടിയിലാണോ ഇത് ഉണ്ടാക്കേണ്ടത്. ആ ചട്ടിയിൽ ഉണ്ടാക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ചട്ടിയുടെ ആ ഒരു ടേസ്റ്റൊക്കെ ഇറങ്ങുമ്പോഴാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ് വരുന്നത്. ഒരു ഒത്തൻറ്റിക്കായ രീതിയിൽ നമ്മൾ പുളിയിഞ്ചി ഉണ്ടാക്കുമ്പോൾ നമ്മൾ ചട്ടിയിൽ ഉണ്ടാക്കാൻ നോക്കുക. അപ്പോൾ അതാകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും അതിന്. ഇപ്പം ഞാൻ ചട്ടിയിൽ ഉണ്ടാക്കാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മളിപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യല്ലേ, അപ്പോൾ അതിന് കാണാൻ പറ്റത്തില്ലല്ലോ അതിൽ കൂടെ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ നിങ്ങളെ കൂടെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇതുപോലൊരു വലിയ വാവട്ടുള്ളൊരു പാത്രത്തിലുണ്ടാക്കി കാണിച്ചത്. വേണ്ട പഞ്ചസാരയും കൂടി ഇട്ടപ്പോഴാണ് ഇത്രയും നല്ല കളർ വന്നത്. അപ്പോൾ നേരത്തെ പഞ്ചസാര ഇട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത്രയും ഡാർക്ക് ബ്രൗൺ കളർ വരത്തില്ല ഇതിന്. ഇനി ഇത് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇത് 1 ടീസ്പൂൺ കടുക് പൊട്ടിച്ചെടുത്താണത്. ഇത് പച്ചക്കടുകാണത്. സ്റ്റൗ ഓഫ് ചെയ്ത ശേഷം നമുക്ക് പൊടിച്ച കടുക്, ഇത് പച്ചക്കടുക് പൊടിച്ചതാണ്, അത് ഇതിനകത്തേക്ക് ചേർക്കാം. ഇനി ഇടുന്ന കാര്യങ്ങളെല്ലാം സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ച ശേഷം മാത്രമേ ചേർക്കാൻ പാടുള്ളൂ. പിന്നെ ഉഴുന്നും എള്ളും കൂടെ പൊടിച്ചത്, 1/2 ടീസ്പൂൺ ഉലുവപ്പൊടി. ഉലുവപ്പൊടി ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഒരുപാട് ആകരുത്. ഉലുവപ്പൊടി ഒരുപാട് ചേർന്ന് കഴിഞ്ഞാൽ ഭയങ്കര കയ്പ്പായിരിക്കും. ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇതൊന്ന് വറുത്തിടണം. വറുത്തിടാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു പാത്രം ചൂടാക്കാൻ വെക്കുക. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ഇതിലേക്ക് ഞാൻ 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അന്ന് എണ്ണ ചൂടായിട്ട് വരണം. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. ചൂടായ എണ്ണയിലേക്ക് 1/2 ടീസ്പൂൺ കടുക്, പിന്നെ 3 വറ്റൽമുളക്, അത് 2ആയിട്ട് കീറിയിടുക. പിന്നെ പച്ചമുളക് 4ആയിട്ട് കീറിയത്, പിന്നെ കുറച്ച് കറിവേപ്പില. എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിപ്പോൾ നല്ലതായിട്ട് മൂത്തുണ്ട്. ഈ മൂത്തത് പുളിയിഞ്ചിയിലേക്ക് ചേർക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പുളിയിഞ്ചി അല്ലെങ്കിൽ മുളക പച്ചടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇത് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടുക.